ലൈംഗികാരോപണങ്ങൾക്കിടെ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് കേരളത്തിലേക്ക് തിരിച്ചു. ആനന്ദബോസ് ബംഗാളിൽ നിന്ന് ഒളിച്ചോടിയെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ഗവർണറുടെ നിസ്സഹകരണത്തെക്കുറിച്ച് രാഷ്ട്രപതിയെ അറിയിക്കുമെന്നും ബംഗാൾ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കെ രാജേന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവവികാസങ്ങൾ ഓരോന്നും, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് ഇതിപ്പോൾ വലിയ തോതിലുള്ള ഒരു വിഷയമാക്കിയ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെതിരെയാണ് ഈ സി.വി. ആനന്ദബോസിന്റെ ആരോപണം അത്രയും. പോലീസിനോടും പൂർണ്ണമായും നിസ്സഹകരണം, അസാധാരണ നടപടി ഇപ്പോൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഘട്ടം. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആനന്ദബോസിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസ്, CPI അതുപോലെ കോൺഗ്രസ്, ഈ പാർട്ടികളെല്ലാം ശക്തമായ രംഗത്ത് വന്നിരിക്കുകയാണ്. ആനന്ദബോസിനെതിരെയുള്ള നടപടികൾ, പോലീസ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്ഭവനിലെ ഈ ഒരു സംഭവം നടന്നെന്ന് ആരോപണം ഉയർന്നിരിക്കുന്ന ആ സ്ഥലങ്ങളിലെ എല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് കൈമാറണം എന്ന ആവശ്യമാണ് പശ്ചിമബംഗാൾ പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു കത്ത് രാജ്ഭവന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഗവർണർ ആവട്ടെ രാജ്ഭവൻ പരിസരത്തേക്ക് എവിടെയും തന്നെ പോലീസിനെ പ്രവേശിപ്പിക്കരുതെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ആനന്ദബോസ് കേരളത്തിലേക്ക് മടങ്ങിയത്. ഇത് ഒളിച്ചോട്ടമാണ് എന്ന ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ അന്വേഷണവുമായി ആനന്ദബോസ് നിസ്സഹകരിക്കുന്ന കാര്യം രാഷ്ട്രപതിയെ അറിയിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബംഗാൾ രാഷ്ട്രീയം ഒരു പ്രത്യേക ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ വിഷയമായി ഈ ആനന്ദബോസിനെതിരായ പരാതി മാറിയിരിക്കുന്നു. BJP നേതാക്കൾ വല്ലാതെ ഇതിനെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ആനന്ദബോസിനെതിരായി ഇവിടുത്തെ പശ്ചിമബംഗാൾ BJP നേതാക്കളുടെയിലും എതിർപ്പ് ശക്തമാണ്. കാരണം നേരിട്ട് അദ്ദേഹത്തെ നരേന്ദ്രമോദിയാണ് ഇവിടെ ഗവർണറായി നിയമിച്ചത്. പല വിഷയങ്ങളിലും പാർട്ടി താല്പര്യങ്ങളിലും ഉപരിയായി നേരിട്ട് നരേന്ദ്രമോദിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഗവർണറുടെ പല ഇടപെടലുകളും പല നിലപാടുകളും പ്രാദേശികമായി പാർട്ടിക്ക് തിരിച്ചടിയായി BJP നേതാക്കൾക്കിടയിലുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രധാനമന്ത്രിയുടെ പൂർണ്ണമായ സംരക്ഷണം ആനന്ദബോസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആനന്ദബോസിനെ പ്രധാനമന്ത്രി കൈവിടില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ BJP തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് എന്ന് തന്നെ പറയാം. ശരി, കെ രാജേന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയത്.